ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പി ചെയ്യുന്നത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കോളിഫ്ലവറൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് കോരി മാറ്റിയുക. അപ്പോൾ പിന്നീട് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള സവോളയും 2 മീഡിയം സൈസിലുള്ള തക്കാളിയുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സവോള അങ്ങനെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു, തക്കാളി ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നീട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത്, ചെറിയ ജീരകം. പിന്നീട് അതിലേക്ക് കറുവ, ഏലക്ക, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോളയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരാനുണ്ട്. അപ്പോൾ അങ്ങനെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നുണ്ട്. ഈ സമയത്തേക്കും നമ്മൾ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയാണ്. അപ്പോൾ ആ തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ തക്കാളി ചോപ്പ് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ അരച്ചെടുത്താലും മതി കേട്ടോ, ഞാനത് ചോപ്പ് ചെയ്തേ ഉള്ളൂ. പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നീട് അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവറിന് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി വെള്ളമൊക്കെ നമ്മളതിനൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കുന്നവരെ സ്റ്റൗവിൽ തന്നെ വെക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവറും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞ് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ വെള്ളം മയമൊക്കെ ഒന്ന് വറ്റി നമ്മളെ മസാലയൊക്കെ ഇതിനെ ഒന്ന് പിടിക്കുന്നത് വരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മളെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ ഇതിന് ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നീട് നമ്മളിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളെ കോളിഫ്ലവറൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ, അതിനു വേണ്ടി അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമ്മളെ കറി ഏകദേശം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ അതിലേക്ക് അല്പം കറിവേപ്പും അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പം നാളെ ഒരു കുഞ്ഞു വീഡിയോ